ഹായ് ഫ്രണ്ട്സ്, നാളെ രാവിലത്തേക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നാളെ പാലപ്പവും വെള്ളക്കടല, ഞങ്ങളുടെ ഇവിടെ ഇതിന് പറയും കബുളിച്ചന എന്ന് പറയും. വെള്ളക്കടല നാട്ടിൽ ഇപ്പം കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൂടെയാണ് ഞാൻ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി. ജേഡിനൊക്കെ സ്കൂളിൽ പോകാനുണ്ട്, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പം നമുക്ക് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെ, എൻ്റെ സ്റ്റൈലിൽ പാലപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് അരി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അരി നല്ലതായിട്ട് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും അരി നല്ലതായിട്ട് കുതിർത്ത് വെക്കണം. ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിരുന്നതാണ് അരി. ആ അരിയാണ് ഇപ്പം മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അരി നന്നായിട്ട് കുതിർന്ന് നല്ലതായിട്ട് കഴുകി അതിലെ മണ്ണും അതിലെ നെല്ലും എല്ലാം മാറ്റിയിട്ടാണ് നമുക്ക് അരി എടുക്കേണ്ടത്. അരി ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 2-3 ടേബിൾ സ്പൂണാണ് 2-3 ടേബിൾ സ്പൂൺ ചോറ്, 2-3 ടേബിൾ സ്പൂൺ ചോറ്. ആ തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിരുന്നതിൻ്റെ ഇതാണ്, തേങ്ങാവെള്ളമാണ്. ആ തേങ്ങാവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂണ് പഞ്ചസാര, ടീസ്പൂണാണ്. നമ്മുടെ ഈസ്റ്റിനെ ഇത് ചെയ്യുന്നത്, ഈസ്റ്റിനെ ഫെർമെൻറ്റ് ചെയ്യും. ഒരു ഈസ്റ്റും, ഇത് നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റാണ്. അതുകൊണ്ടൊരു 1/4 ടീസ്പൂൺ മതി. അര ടീസ്പൂണും വേണ്ട. അര ടീസ്പൂൺ ഇട്ട് മൊത്തം അങ്ങ് പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ ഇച്ചിരി നല്ല, എപ്പോഴും പാലപ്പം ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ നല്ല ഈസ്റ്റ് എടുക്കുക, അല്ലെ പാലപ്പം ശരിയാവത്തില്ല. കൂടാതെ അതിലോട്ട് നമുക്ക് നമ്മുടെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ, ഇതെല്ലാം കൂടി ഇതിനകത്ത് വരത്തില്ല. ഇതെല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അരയ്ക്കണം. വെള്ളവും കൂടെ ഒഴിച്ച്, ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ആവശ്യത്തിന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്ക് മേളിൽ നിന്നാണ് അരയ്ക്കേണ്ടത്. കണ്ടോ, ഒത്തിരി ലൂസും ആവില്ല, ഒത്തിരി ടൈറ്റും ആവില്ല, അത് പാകത്തിലിരിക്കണം. അപ്പം നമുക്കിത് അരച്ചുകൊണ്ട് വരാവേ. അരച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അരച്ചിട്ട് നമുക്ക് ഓവർനൈറ്റ് അത് പുളിക്കാൻ വയ്ക്കണം. അപ്പം നമ്മുടെ പാലപ്പത്തിനുള്ളത് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒട്ടും തരിപ്പില്ലാതെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വേണം അരയ്ക്കാൻ. ഇതിനെ എന്നിട്ട് നമുക്ക് ഓവർനൈറ്റിൽ വെച്ചേക്കണം. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പുളിച്ച് പൊങ്ങി വന്നിരിക്കും. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നൊക്കെ. അപ്പം നാളെ നമുക്ക് റെഡിയാവും. ഇവിടെ ഞാൻ വെള്ളക്കടല ഉണ്ടോ, വെള്ളക്കടലയും ഗ്രീൻ പീസ് മട്ടറുണ്ട്, വെള്ളക്കടലയും ഇതുകൂടെയാണ് ഞാൻ നാളത്തേക്ക് ഇതിനെ അപ്പത്തിന് കറിക്കായിട്ട് വയ്ക്കുന്നത്. അപ്പം ഇത് ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ ഇത് ഇച്ചിരി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയും നല്ലതായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയും നല്ല മൂന്നായിട്ട് വരാൻ വേണ്ടിയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് പൊങ്ങി നല്ല വീർത്ത് വരും. ഒന്ന് ഇളക്കി ചെറുതായിട്ട് അതിനെ നമുക്ക് മൂടി വയ്ക്കണം. ഇതാണ് നാളത്തേക്കുള്ള. ബാക്കിയുള്ള റെസിപ്പി പിന്നെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നോക്കിക്കാൻ നല്ല പുളിച്ച് പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അപ്പത്തിനുള്ള കറി ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജേഡിന് സ്കൂളിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഈ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. കടല ഞാൻ
കുക്കറിൻ്റെ അകത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കടലയ്ക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് കടല നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കടലയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി സ്റ്റെപ്പ് കാണിക്കാൻ കടല വെന്ത് കഴിഞ്ഞു. അപ്പം ശരി, അപ്പോൾ കബൂളി ചേന ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഗുഡ് മോർണിംഗ്. സോ അതിനായിട്ട് സവോള, ഇഞ്ചി, വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മസാലക്കൂട്ടിൻ്റെ അകത്ത് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാലയുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ്, നോർമൽ മുളക് പൊടി 1/2 ടീസ്പൂണ്. ഇത്രയാണ് മല്ലിപ്പൊടിക്ക് മുളക് മസാലക്കൂട്ടിൽ. ഇതും 2 തക്കാളിക്ക മീഡിയം സൈസ് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമ്മുടെ മല്ലിച്ചപ്പ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഒരു കുക്കർ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് കറിയിലോട്ട് പോകാം. എണ്ണ ഒഴിക്കുവാണ്. കൂടുതലായി എണ്ണ വീണു, അത്രയും വേണ്ട, നമുക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. എണ്ണ ചൂടായി കിടക്കുവാണ്. ചട്ടി ചൂടായി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് അപ്പോൾ നമുക്ക് കടുകിട്ടേക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വന്ന് കടുകിലോട്ട് 2 ഗ്രാമ്പു, 1-2 കുരുമുളക്, ചാപ്പത്ത, ഏലക്ക, കറുവാപ്പട്ട, ഇത്രയും നന്നായിട്ട് ഇട്ട് അതും ഒന്ന് മൂത്ത് വരണം. അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നല്ല ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതാണ് എടുത്തിട്ടേക്കുന്നത്. കടലയ്ക്ക് ഇച്ചിരി വേവുള്ളതാണ്, അതുകൊണ്ട് കടല ഒരു 3-4 വിസിൽ വരെ കേൾക്കണം, നല്ല വേഗത്തുള്ളൂ. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി. അതുകൊണ്ട് അതിലോട്ട് 2 പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാലപ്പത്തിനുള്ള ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാലപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. മസാല നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട്
തക്കാളി അരിഞ്ഞതും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കണം. മസാല നല്ല മൂത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മല്ലിച്ചപ്പും ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിൽ നിന്ന് നല്ലതായിട്ട് ഇട്ട് വരണം. അതുവരെ നമുക്കത് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കണം. അത് നല്ലതായിട്ട് അടച്ച് വയ്ക്കുമ്പോൾ തക്കാളിക്ക് നല്ലതായിട്ട് സോഫ്റ്റ് ആവും. കടല ഉണ്ടോ നല്ലതായിട്ട് വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നമ്മുടെ മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാല കടലേനെ നമുക്ക് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ആവശ്യമാണ്. ഇച്ചിരി വെള്ളവും കൂടെ ഇട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കുവാണ്. ഉപ്പ് ഞാൻ കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും ഒന്ന് നോക്കിയേക്കാം. ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഇതൊന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ കടലക്കറി ഇരുന്ന് തിളച്ച് വറ്റിക്കുറുകണം. അതുവരെ അടച്ചു വെക്കുക. നമ്മുടെ കടലക്കറി ലാസ്റ്റ് ഫൈനലിലോട്ട് മാറിയിട്ടുണ്ട്. നല്ല കുറുകി ചാറൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടെക്സ്ചറും. ടേസ്റ്റാണെങ്കിൽ ഒന്നും ചോദിക്കണ്ട. നല്ല ടേസ്റ്റി കടലയാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് ഈ കടല. അപ്പം ശരി, ഇനി അപ്പത്തിൻ്റെ നോക്കാം. ഇത് ഞാൻ അടുപ്പത്തൊന്ന് മാറ്റുവാണ്. അപ്പം നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഒരു അപ്പം നമ്മൾ ചുറ്റിച്ചിട്ട് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ അപ്പം മാറ്റുക ചെയ്യുന്നത്. നമ്മുടെ കടലക്കറി കണ്ടോ, കടലക്കറിയുടെ റെസിപ്പി നല്ല ടേസ്റ്റിയാണ്. ഈ കടല പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും കടലക്കറിയും. മസാല ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കടല ഇട്ട് കൊടുക്കണം.